എന്റെ പൊന്നെ ഇന്ന് വന്നിരിക്കുന്ന സെറ്റ് കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ബ്ലൂ സഫയറിലതും അതുപോലെ എമറാൾഡിന്റെ റൂബിയുടെയും അതുപോലത്തെ കളക്ഷനാണ്. ഒറ്റ ലെയർ മാലയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ഒക്കെ ഉള്ളൂ. ഇത് കണ്ടില്ലെന്ന് 8 ഗ്രാം 8 ഗ്രാംസേ ഉള്ളൂ. 3 ലെയർ വന്നിരിക്കുന്നത്. ഒരു വെഡിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ. സാരിക്കൊക്കെ കൂടി നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞൊക്കെ ആയിട്ട് ഇരിക്കും. ഇതൊരു വെഡിങ്ങിനല്ല സാരിയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ഡിസൈനർ ബോട്ടിക് ജ്വല്ലറിയായ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഷാർജ അൽ നാദ ലുലുവിലും. ഗ്രാൻഡ് ഓപ്പണിംഗ് 2024 ഏപ്രിൽ 13 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക്. നിങ്ങൾക്കുമാകാം ഉദ്ഘാടകൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഞങ്ങൾ തരുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സിൽ നിക്ഷേപിക്കുക. തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് ഉദ്ഘാടകരാവാനും 3 ഡയമണ്ട് റിംഗ് സ്വന്തമാക്കാനും അവസരം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിങ്ങളെ കാത്തിരിക്കുന്നു കിടിലൻ ഓഫറുകൾ. 0% മേക്കിംഗ് ചാർജ് ഫോർ നെക്ലസസ്, സ്റ്റഡ്സ്, റിംഗ്സ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് ചെയിൻസ്. സെലക്ടഡ് ഐറ്റംസ് ഓൺലി. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്. AED 190 മുതൽ ചെയിൻ ആൻഡ് നെക്ലസ് കളക്ഷൻ. 2 ഗ്രാം മുതൽ ആംഗ്ലെറ്റ് ആൻഡ് ബ്രേസ്ലെറ്റ് കളക്ഷൻ. അവർ സ്പെഷ്യാലിറ്റി VVS1 ആൻഡ് EF ക്വാളിറ്റി ഡയമണ്ട്സ്. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യം. ഈ ആഘോഷവേളയിൽ പങ്കാളികളാവൂ. അടിപൊളി ഉദ്ഘാടന ഓഫറുകൾ സ്വന്തമാക്കൂ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഷാർജ, അൽ നഹ്ദ, ലുലു ഹൈപ്പർ മാർക്കറ്റ്. അതുപോലെ തന്നെ അത് ഇനി ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നത് സിംഗിൾ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ടോട്ടലി ഒരു സെറ്റാണ്. ഇതൊരു സ്റ്റഡ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു സ്റ്റഡ് ഉണ്ട്, ഈ ഒരു നെക്ലസും ഉണ്ട്. എങ്ങനെയുണ്ട്? ഇതിങ്ങനൊരു കളക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 ഗ്രാംസ് ആണ്. ഇന്നത്തെ ഈ ഹൈയിൽ വിലയാണെങ്കിലും ഒരു 77,000 ആണ് വരുന്നത്. 77,000 രൂപയാണ് വന്നിരിക്കുന്നത്. നേരത്തേക്ക് ഇതിൻ്റെ പകുതി പൈസ കൊടുത്തിരുന്ന വെച്ച സാധനമാണ്. ഇത്രയും വില കൂടുമെന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ 1 വർഷം തൊട്ടുള്ള എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ വില കൂടും 50,000 എന്തായാലും വരുമെന്ന് ഞാൻ അന്ന് തൊട്ടോ. കഴിഞ്ഞ ഡിസംബറിൽ വരേണ്ടതായിരുന്നു 50,000. ഇപ്പം ഇനിയും കൂടാനുള്ള സാധ്യതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, 55,000 ഇപ്പം ഈ വർഷം തന്നെ അവസാനിക്കുന്നത് 55,000 മേല് പോകും. മിക്കവാറും ഈ മാസം തന്നെ പോകും തോന്നുന്നു ഈ പോക്ക് കണ്ടിട്ട്. ഞാൻ അടുത്ത വർഷത്തേക്കാണ് പറഞ്ഞത്. അടുത്ത ഡിസംബറിലൂടെ 55,000 രൂപ വരും ഇന്ത്യൻ മണി. എന്തായാലും നിങ്ങളൊരു ആപ്റ്റാണ് കേട്ടോ. ഗോൾഡ് സേവ് ചെയ്ത് വെച്ചു. നിങ്ങളൊരു സ്ഥലം മേടിച്ച ഇത്രയും വില കിട്ടിയില്ല. നിങ്ങൾക്കൊരു ഗോൾഡ് മേടിച്ച് വെച്ചു. നിങ്ങൾ എല്ലാ പ്രാവശ്യവും പറയും ഗോൾഡ് നഷ്ടമാണ്, പണിക്കൂലി വരും, അതാണ് ഇതാണ്. സേവ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന്. മേക്കിംഗ് ചാർജ് കുറഞ്ഞ ബാങ്കിലൊക്കെ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാലകൾ മേക്കിംഗ് ചാർജിലുള്ളതുണ്ട്, കുറഞ്ഞതുണ്ട്. ഞങ്ങളുടെ ഷാർജ സഫാരി മാളിലാണ് 0 മേക്കിംഗ് ചാർജിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന്. അതൊക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചു. ഒരുപാട് പേര് സേവ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞത് കൂടാതെ ഒരുപാട് പേര് സേവ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വിറ്റാലും കാശല്ലേ? അതേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ വെയിറ്റ് നോക്കിക്കണ്ടേ, 2 ഗ്രാംസേ വരുന്നുള്ളൂ. നമ്മുടെ കളക്ഷൻ നോക്കിക്കോട്ടെ. നിങ്ങൾക്കൊരു ഇടാനായിട്ടും മേടിക്കാനായിട്ടും ആപ്റ്റായിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള ഒരു കളക്ഷൻ. നിങ്ങൾ മറ്റുള്ള ജ്വല്ലറി പോയി ഇങ്ങനത്തെ ഒരു കളക്ഷൻ കിട്ടിയല്ല. 2 ഗ്രാമിൻ്റെ ഒരു സ്റ്റഡ് കണ്ട, അതിന് പറ്റിയൊരു നെക്ലസ് കണ്ട, ഒരു 6 ഗ്രാം. എങ്ങനെയുണ്ട് അത് കളക്ഷൻ? അതുപോലെ തന്നെ എമറാൾഡിൽ വന്നിരിക്കുന്ന നെക്ലസ്സാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഒരു അടിപൊളി ഒരു കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ സെറ്റ്. ഇനി ഒരു വെഡ്ഡിങ് ഒക്കെ നിങ്ങൾ ചെറിയൊരു വെഡ്ഡിങ്ങാണ് നടത്തുന്നത്, ഇങ്ങനത്തെ ബ്യൂട്ടിക്കായിട്ടുള്ള പരിപാടി ചെയ്തു തോന്നുന്നു. ഇത് കണ്ടില്ലേ, 6 ഗ്രാം, ഒരു 2 ഗ്രാംസ്, ടോട്ടൽ 10 ഗ്രാംസ് ഒക്കെ വരുള്ളൂ. ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ എടുത്തു. അതുപോലെ തന്നെ എമറാൾഡിൻ്റെ വന്നിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഒരു 78,000 80,000 താഴെ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുള്ളൂ. ഇത് കണ്ടില്ലേ, അത് റേറ്റ് നേരത്തെ ഇതിനൊക്കെ ഒരു 50,000 രൂപകളിലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഈ വില കൂടിയത് കൊണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സേവ് ചെയ്യാനാണെങ്കിൽ ഗോൾഡ് ഇനിയും മേടിച്ച് വെച്ചോ. താഴെന്ന് ഓർത്ത് നിൽക്കണ്ട. താന്നാൽ തന്നെ പെട്ടെന്ന് കയറുകയും ചെയ്യും. അതുള്ളൂ ഞാൻ പറയുള്ളൂ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്ന ഈ വർഷമാണ്. നിങ്ങളവർക്കും ഗോൾഡിൽ ഏറ്റവും കൂടുതൽ മിക്ക ജ്വല്ലറിക്കാർക്ക് ലാഭമായിരിക്കും 24 പക്ഷേ ഈ ഒരു ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എടുത്ത് ചിലവർക്കൊക്കെ ചെറിയൊരു എമൗണ്ട് 10% ബുക്ക് ചെയ്ത് എൻ്റെ കാശ് നല്ലോണം പോയിട്ടുണ്ട്. ഒരുപാട് പേര് ബുക്ക് ചെയ്തവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ചിലവർക്കൊക്കെ ഗോൾഡ് എടുക്കുക, അവർക്ക് ഇതില്ലെങ്കിൽ ഞങ്ങൾ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം വേണമെങ്കിൽ തരാം. അല്ല, അവർ പറഞ്ഞു ഗോൾഡ് മതി. ചിലവർ പറഞ്ഞു ഞങ്ങൾക്ക് ഗോൾഡ് ഇപ്പോൾ എടുക്കാൻ താല്പര്യമില്ല, ഇത്ര നാളത്തേക്കാണല്ലോ ബുക്ക് ചെയ്തത്, അതിൻ്റെ പ്രോഫിറ്റ് കൊടുത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ബുക്ക് ചെയ്തവരുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് അതിലും കൂടുതൽ എമൗണ്ട് കൊടുത്ത് 68,000 രൂപയ്ക്ക് ലാഭമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ആ ചെറിയൊരു എമൗണ്ട് ബുക്ക് ചെയ്തുള്ളൂ, 10% ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലോസ് വന്നതും ഇതിലായിരുന്നു. പിന്നെ ഗോൾഡിൻ്റെ വില കൂടിയത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കാര്യമില്ലെന്ന്. സെയിൽ നടക്കണ്ടേ? നിങ്ങൾ പറയുമ്പോൾ ഗോൾഡ് ജ്വല്ലറിക്കാർക്ക് ലാഭമില്ല, ഇരിക്കുന്നതിന് വില കൂടി. പക്ഷെ അതങ്ങനെ ഇരുന്ന കൊണ്ട് കാര്യമില്ലല്ലോ. ഡെയിലി എന്തോരം ചിലവുണ്ട്, കാര്യങ്ങളുണ്ട്, സ്റ്റാഫുകൾ, കറണ്ട് ചാർജ്, വാടക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ നമുക്ക് റൊട്ടേഷനായ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് വില കൂടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് കാര്യമില്ല. ഞങ്ങൾ അന്നന്ന് സാധനം മേടിക്കണമാണ്. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, വില കുറയാമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ബുക്ക് ചെയ്തില്ല. അതിൻ്റെ ഭയങ്കര ഇത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് മിക്ക ജ്വല്ലറിക്കാർക്കും അങ്ങനെ വരും. ചിലവർ എല്ലാവരും അന്നന്ന് വിൽക്കണമെന്ന് മേടിച്ച് വെക്കും. ചിലവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇമ്മാതിരി കയറ്റം കയറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ട
നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുകൂടി പറഞ്ഞിട്ടിരിക്കുകയുണ്ട്. ഇത് കണ്ട ഈ സെറ്റൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഒരു 10 ഗ്രാമേ ഉള്ളൊന്ന് ഇത് കണ്ടില്ലേ ഇമ്മാതിരി ഒരു കളക്ഷൻ. എങ്ങനെയുണ്ട് ഈ കളക്ഷനൊക്കെ? ഇത് കണ്ട ഒരു 10 ഗ്രാംസാണ്. അടിപൊളി കളക്ഷൻ അല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കളക്ഷനൊക്കെ കിട്ടുമെന്ന് ഒരു പ്രശ്നവും ഇല്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് കളക്ഷൻ. ഒരുപാട് കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഷോപ്പിലേക്ക് പോര്. അതുപോലെ നമ്മുടെ ഷോപ്പുള്ളത് തൃശ്ശൂരുണ്ട്, പള്ളിക്കുളം റോഡ്. അതുപോലെ തന്നെ എടപ്പള്ളി ലുലു കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ പില്ലർ നമ്പർ 384 നമ്മുടെ ഷോപ്പ്. തൃപ്പൂണിത്തുറ പ്രൈവറ്റ് വെച്ചാൻ്റെ അടുത്ത്. അതുപോലെ തന്നെ പള്ളുരുത്തി ഷോറൂമുണ്ട്, എരമല്ലൂർ, തൊറവൂര്, അവിടെയൊക്കെ ഷോപ്പുണ്ട്. ഷാർജ സഫാരി മാളിൽ നമുക്ക് ഷോപ്പുണ്ട്. അൽനാദ ലുലുവിലും നമുക്ക് ഷോപ്പുണ്ട് ഷാർജ. അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ സ്വർണ്ണമൊക്കെ ഇപ്പോൾ ബെസ്റ്റ് റേറ്റിന് എടുക്കാനാണെങ്കിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പണയത്തിലിരിക്കുകയാണെങ്കിൽ എടുത്ത് വിറ്റോട്ടാ. ഞാൻ പറയുന്ന പണയം വെക്കരുത്, നിങ്ങൾ പ്ലഡ്ജ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. എടുത്ത് വിൽക്കുക. നിങ്ങൾ പ്ലഡ്ജ് ചെയ്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ ഒരു പുതിയ ഒരുപാട് സാധനത്തിൻ്റെ വരും. ഞാൻ നിങ്ങൾക്ക് നല്ലതിനാണ് പറയുന്നത്. നിങ്ങൾ വെച്ചവരൊക്കെ ഉണ്ടാവും, ഒരുപാട് കൈപൊള്ളിയവർ. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എടുപ്പിക്കാമെന്നും പറഞ്ഞായിരിക്കും വെക്കണം. പക്ഷെ അതൊന്നും നടക്കില്ല. കൂടിയ ഒരു 8 ദിവസം 10 ദിവസത്തേക്ക് കൂടുതലൊന്നും വെക്കരുത്. 10 ദിവസമോ 15 ദിവസം. ആ ദിവസം കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് വിൽക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എല്ലാം നമ്മളെ ജ്വല്ലറി വന്നിട്ടുണ്ട്, എടുത്ത് വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വേറൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഷോറൂമിലേക്ക് ഒരു ഗ്രാഫിക് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു വ്യക്തിന് ആവശ്യമുണ്ട്. UAE-യിലേക്കാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ സെയിലിലേക്ക് ലേഡീസിന് ആവശ്യമുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ലേഡീസിന് ആവശ്യമുണ്ട്. ജ്വല്ലറിയിലേക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന, അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ലേഡീനെ ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഷാർജ സഫാരി മാളിലും അതുപോലെ തന്നെ അൽനാദയിലേക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ അവിടെയുള്ളവർക്ക് മുൻഗണന കൊടുക്കുകയാണ്, ഇവിടെ നിന്നുള്ളവരെല്ലാം. അപ്പോൾ ഈ ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് ടീമുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ആവശ്യമുള്ളതാണ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ബൈ.